നമ്മൾ ബിയോണ്ട് 1000 എന്ന യൂണിറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. പാർട്ട് 1 പാർട്ട് 2 ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കൂട്ടുകാർ കാണാൻ മറക്കരുതേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് യൂണിറ്റിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ ദി റേസ് ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5000 to 5050 ടു ദി കാർസ്. ഹൗ മെനി കാർസ് വർ ഇൻ ദി റേസ്? ഓർഗനൈസിംഗ് കമ്മിറ്റി ഈ ഒരു കാർ റേസിൽ പങ്കെടുക്കുന്ന കാർസിന് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. 5000 മുതൽ 5050 വരെയുള്ള നമ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു? ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒന്നില്ലെങ്കിൽ കൂട്ടുകാർക്ക് 5000 മുതൽ 5050 വരെയുള്ള നമ്പേഴ്സ് എഴുതാം. 5000, 5001, 5002 അങ്ങനെ 5050 വരെ എഴുതിയിട്ട് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടെത്താം. ഇനി അതല്ലാതെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. 1 to 50 എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് കൂട്ടുകാരെ? 1 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 50 നമ്പേഴ്സ് തന്നെയാണല്ലേ. അങ്ങനെയെങ്കിൽ 5001 മുതൽ 5050 വരെ ആണെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 നമ്പേഴ്സ് തന്നെയാണ്. നമ്മളിവിടെ 5000 ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 5000 മുതൽ 5050 വരെ ആഡ് ചെയ്യുകയാണെങ്കിൽ 51 നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. ഇനി ഇത് മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ 50 മുതൽ 51 വരെയുള്ള നമ്പേഴ്സ് എഴുതി കൗണ്ട് ചെയ്ത് എഴുതി നോക്കൂ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 5, 4, 0, 7. ഹൗ മെനി ക്യാൻ യു റൈറ്റ്? ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അബാക്കസ്. റൈറ്റ് ദിസ് നമ്പർ ഇൻ വേർഡ്സ്. അതായത് ഈ തന്നിരിക്കുന്ന 5, 4, 0, 7 ഈ ഒരു 4 നമ്പേഴ്സും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്പേഴ്സ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിലത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ ഏതാണോ അതിനെ നമുക്ക് അബാക്കസിൽ വരയുകയും അതുപോലെ അതിനെ ഇൻ വേർഡ്സിൽ എഴുതുകയും ചെയ്യണം. അതുപോലെ 5, 4, 7 ഈ ഒരു നമ്പേഴ്സ് ആദ്യം വരുന്ന രീതിയിൽ നമുക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ കഴിയും. എന്നാൽ 0 ആദ്യം വരുന്ന രീതിയിൽ 4 ഡിജിറ്റ് നമ്പർ എഴുതാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? 0 ആദ്യം വരുമ്പോൾ 0ന് വാല്യൂ ഇല്ല. അപ്പോൾ അതെന്താണ്? 3 ഡിജിറ്റ് നമ്പേഴ്സേനെ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും 0 ഫസ്റ്റ് വരുന്ന രീതിയിൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് 5, 4, 7 എന്നീ നമ്പേഴ്സ് വരുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 5 വരുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ് 5047, 5074, 5407, 5470, 5704, 5740. Next 4057, 4075, 4507, 4570, 4705, 4750. നെക്സ്റ്റ് വരുന്നത് 7045, 7054, 7405, 7450, 7504, 7540. ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് ഈ ഒരു 4 നമ്പേഴ്സ് വെച്ച് എഴുതാൻ കഴിയുന്നത്. ഇനി ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ലാർജസ്റ്റ് നമ്പറായി വരുന്നത് 7540. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ഈ ഒരു നമ്പറിനെക്കാട്ടിലും ചെറുതാണ്. ഇനി നമുക്കിതിനെ അബാക്കസിൽ എങ്ങനെ വരയാമെന്ന് നോക്കാം. ഇവിടെ വൺസിന്റെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ എന്താണ്? അവിടെ ഒന്നും നമുക്ക് വരയണ്ട. നെക്സ്റ്റ് ടെൻസിന്റെ സ്ഥാനത്ത് 4 ആണല്ലേ വരുന്നത്. അപ്പോൾ അവിടെ 4 ബീഡ്സ് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് 100 ആണല്ലേ. 100ന്റെ സ്ഥാനത്ത് 5 ബീഡ്സ് ആണ്. 5 ബീഡ്സ് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് 1000ന്റെ സ്ഥാനത്ത് 7 ആണല്ലേ. അപ്പോൾ നമുക്ക് തൗസൻഡ്സ് എന്നവിടെ 7 ബീഡ്സും വരയ്ക്കാം. ഇപ്പോൾ എത്രയാണ് മക്കളെ അബാക്കസിലെ നമ്പർ വരുന്നത്? 7540. ഇനി നമ്മളോട് ഇതിനെ വേർഡ്സിലേക്കും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അതിനെ എഴുതാം? ഇതുപോലെ 7540 എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൾ നമ്പേഴ്സ് ഫ്രം 9999 to 10,100 വിച്ച് ഹാവ് 0 ഇൻ ദ വൺസ് പ്ലേസ്. അതായത് 9999 മുതൽ 10,100 വരെയുള്ള നമ്പേഴ്സിൽ വൺസിന്റെ സ്ഥാനത്ത് 0 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9999 കഴിഞ്ഞാൽ പിന്നെ ഏത് നമ്പറാണ് മക്കളെ വരുന്നത്? 10,000 ആണല്ലേ. പിന്നീട് വൺസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴെന്താണ്? ലാസ്റ്റ് വരുന്ന നമ്പറാണ്. അങ്ങനെ ലാസ്റ്റിൽ 0 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് പിന്നീട് വരുന്നത്?
10,000 കഴിഞ്ഞാൽ 10,010, 10,020, 10,030, 10,040, 10,050, 10,060, 10,070, 10,080, 10,090 ആൻഡ് 10,100. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് വൺസിൻ്റെ സ്ഥാനത്ത് 0 വരുന്നത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 നമ്പേഴ്സാണ് വൺസിൻ്റെ പ്ലേസിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി പാറ്റേൺസ് ബിലോ. താഴെ തന്നിരിക്കുന്ന പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നോക്കൂ. 10,150, 10,200, 10,250. നെക്സ്റ്റ് വരുന്ന പാറ്റേൺ ഏതൊക്കെയാണ്? അതിന് നമ്മൾ ആദ്യം ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. എത്രയാണ് 10,150യും 10,200ഉം തമ്മിലുള്ള ഡിഫറൻസ്? അതായത് 50 ആണല്ലേ. ഓരോ നമ്പറിൻ്റെ കൂടെയും 50 ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് നമ്പർ കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ 10,250 പ്ലസ് 50 എന്ന് പറയുന്നതാണ് 10,300. അതിനോടുകൂടി വീണ്ടും 50 ആഡ് ചെയ്യുമ്പോൾ 10,350, വീണ്ടും 50 ആഡ് ചെയ്യുമ്പോൾ 10,400, പിന്നീട് 10,450, 10,500. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. 1,500, 2,600, 3,700. ഈ ഒരു രീതിയിൽ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് മക്കളെ? 1,500ഉം 2,600ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1,100 ആണല്ലേ. അതായത് 1,500ൻ്റെ കൂടെ 1,100 ആഡ് ചെയ്യുമ്പോഴാണ് 2,600 ലഭിക്കുന്നത്. അതേപോലെ അതിനോടുകൂടി വീണ്ടും 1,100 ആഡ് ചെയ്യുമ്പോൾ 3,700 ലഭിക്കുന്നു. ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ 4,800, 5,900, 7,000, 8,100, 9,200 എന്ന ഒരു പാറ്റേണിലാണ് പോകുന്നത്. ലാസ്റ്റ് പാറ്റേൺ നോക്കാം. 14,500, 15,250, 16,000. ഈ ഒരു പാറ്റേണിലെ ഡിഫറൻസ് എന്താണ് മക്കളെ? 750 ആണ് ആഡ് ചെയ്ത് വരുന്നത്. ഓരോ നമ്പറിൻ്റെ കൂടെയും 750 ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പർ കിട്ടും. അങ്ങനെയെങ്കിൽ 16,000 കഴിഞ്ഞാൽ 750 ആഡ് ചെയ്യുമ്പോൾ 16,750, 17,500, 18,250, 19,750 എന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിഡിലാണ് തന്നിരിക്കുന്നത്. ഹു ആം ഐ? ഞാൻ ആരാണ്? ഒരു നമ്പർ ഇവിടെ ഈ ഒരു ക്ലോസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൂചനകൾ വായിച്ചു നോക്കി നമുക്ക് ആ നമ്പർ ഏതാണെന്ന് കണ്ടെത്തണം. ഫസ്റ്റ് ക്ലൂ നോക്കൂ. എ നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000. അതായത് 4,000ൻ്റെയും 5,000ൻ്റെയും ഇടയിലുള്ള നമ്പറാണ് ഇത്. ദി നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അതായത് തൗസൻഡിൻ്റെ സ്ഥാനത്തുള്ള നമ്പറിൻ്റെ ഇരട്ടിയാണ്, ഡബിളാണ് വൺസിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ. ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദി നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. തൗസൻഡിൻ്റെ പ്ലേസിലുള്ള ആ ഒരു നമ്പറിൻ്റെ പകുതിയാണ് ടെൻസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പർ. ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഈസ് 19. ഈ ലഭിച്ച നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 19 ആണ്. ഈ ഒരു സൂചനകൾ വെച്ച് നമുക്ക് ആ ഒരു ആൻസർ കണ്ടെത്താം. ഫസ്റ്റ് ക്ലൂവിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എ നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000. 4,000ൻ്റെയും 5,000ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 4 ആയിരിക്കും അല്ലേ ആദ്യം വരുന്ന നമ്പർ. അതായത് 4,000, 4,001, 4,002, 4,003, 4,004 അങ്ങനെ 5,000 വരെയുള്ള നമ്പേഴ്സിൽ ആദ്യം വരുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 4 ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് ക്ലൂ നോക്കാം. ദി നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അതായത് 1000ൻ്റെ സ്ഥാനത്തുള്ള ആ നമ്പറിൻ്റെ ഇരട്ടിയാണ് വൺസിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ. അങ്ങനെയെങ്കിൽ ഇവിടെ 1000ൻ്റെ പ്ലേസിൽ വന്നത് ഏതാണ്? 4 ആണ്. 4ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 8. അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ 8 ആണ്. നെക്സ്റ്റ് ക്ലൂ നോക്കൂ. ദി നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദി നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. 1000ൻ്റെ സ്ഥാനത്തുള്ള ആ ഒരു നമ്പറിൻ്റെ പകുതിയാണ്, ഹാഫാണ് 10ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ.
അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് നമ്പർ തന്നിരിക്കുന്നത്? 4 ആണല്ലേ. 4ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2. അപ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ 2 ആണ്. നെക്സ്റ്റ് ക്ലൂ, ദ സം ഓഫ് ദി ഡിജിറ്റ് ഈസ് 19. ഈ നമുക്ക് ലഭിച്ച എല്ലാ ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 19 കിട്ടണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1000ൻ്റെയും 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തുള്ള നമ്പേഴ്സ് കിട്ടിയല്ലേ. അതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് ടോട്ടൽ ലഭിക്കുന്നത്? 14 എന്നാണ് അല്ലേ. 4 + 8 + 2 = 14. പക്ഷെ നമുക്കിവിടെ ടോട്ടൽ എത്രയാണ് കിട്ടേണ്ടത്? 19 ആണ്. ആ 19 കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലുള്ള നമ്പർ കൂടി ലഭിക്കണം. അപ്പോൾ അത് ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത്? 19 എന്ന ആ ഒരു നമ്പറിൽ നിന്നും 14 ലെസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലുള്ള നമ്പറും കിട്ടി. എത്രയാണ്? 5. ഇപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. 1000ൻ്റെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന നമ്പർ 4, പിന്നീട് വരുന്നത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ വരുന്നത് 5, ടെൻസിൻ്റെ പ്ലേസിൽ വരുന്നത് 2, വൺസിൻ്റെ പ്ലേസിൽ വരുന്നത് 8. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്പർ 4528. ഈ ഒരു റെഡിൽ മക്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 2-3 തവണ റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മതി കേട്ടോ, അപ്പോൾ മനസ്സിലാകും. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നമ്പർ കണ്ടെത്തുക. സ്റ്റാർട്ടിംഗ് ഫ്രം 9999, if we subtract 1000 again and again, what would be the 8th number? അതായത് 9999ൽ നിന്നും 1000 ലെസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആൻസറിൽ നിന്നും വീണ്ടും 1000 ലെസ് ചെയ്യുക. അങ്ങനെ 8ാമത്തെ തവണ ഏതാണോ ആൻസർ വരുന്നത് അത് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. നമുക്കിവിടെ 9999 എന്ന് തന്നിട്ടുണ്ടല്ലേ, അതാണ് ഫസ്റ്റ് നമ്പർ. ഇനി ഇതിൽ നിന്നുമാണ് നമുക്ക് 1000 ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ 9999ൽ നിന്നും 1000 ലെസ് ചെയ്യുമ്പോൾ 8999 എന്ന് സെക്കൻഡ് നമ്പർ ലഭിക്കും. അതിൽ നിന്നും വീണ്ടും 1000 ലെസ് ചെയ്യുമ്പോൾ 7999. ആ ഒരു ആൻസറിൽ നിന്നും വീണ്ടും 1000 ലെസ് ചെയ്യുമ്പോൾ 6999. വീണ്ടും 1000 ലെസ് ചെയ്യുമ്പോൾ 5999. അതിൽ നിന്ന് വീണ്ടും 1000 ലെസ് ചെയ്യുമ്പോൾ 4999, 3999, 2999 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 8ാമത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2999. ഇനി നമുക്ക് ഇതിൽ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വി സബ്സ്ട്രാക്ട് 100 ഇൻസ്റ്റെഡ്, വാട്ട് വുഡ് ബി ദ 5th നമ്പർ? നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇവിടെ 1000ന് പകരം 100 ആണ് ലെസ് ചെയ്യേണ്ടത്. അതുപോലെ 5ാമത് വരുന്ന നമ്പർ ഏതാണ് എന്നും കണ്ടെത്തണം. ഇവിടെ ഫസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട് 9999. അതിൽ നിന്നും 100 ലെസ് ചെയ്യുമ്പോൾ 9899 എന്ന് സെക്കൻഡ് നമ്പർ ലഭിക്കും. വീണ്ടും 100 ലെസ് ചെയ്യുമ്പോൾ 9799. അതിൽ നിന്നും വീണ്ടും 100 ലെസ് ചെയ്യുമ്പോൾ 9699. വീണ്ടും 100 ലെസ് ചെയ്യുമ്പോൾ 9599 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ 5ാമത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 9599 ആണ്. നമുക്കിനി ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കി നോക്കൂ. ഇഫ് യു സബ്ട്രാക്ട് 10 ഇൻസ്റ്റെഡ്, വാട്ട് വുഡ് ബി ദ 4th നമ്പർ? ഇതുപോലെ 10 ആണ് ലെസ് ചെയ്ത് വരുന്നതെങ്കിൽ 4ാമത് വരുന്ന നമ്പർ എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ നമ്പർ 9999 തന്നിട്ടുണ്ടല്ലേ. അതിൽ നിന്നും 10 ലെസ് ചെയ്യുമ്പോൾ 9989. വീണ്ടും 10 ലെസ് ചെയ്യുമ്പോൾ 9979. അതിൽ നിന്ന് വീണ്ടും 10 ലെസ് ചെയ്യുമ്പോൾ 9969. അതിൽ നിന്ന് വീണ്ടും 10 ലെസ് ചെയ്യുമ്പോൾ 9959. അപ്പോൾ 4th വരുന്ന ആൻസർ എന്ന് പറയുന്നത് 9959 ആണ്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദി നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 ആൻഡ് 1100, ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? അതായത് 1000 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് 0യിൽ അവസാനിക്കുന്നുണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് കണ്ടെത്താം. 1000ൻ്റെയും 1100ൻ്റെയും ഇടയിലുള്ള 0 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080 ആൻഡ് 1090. അങ്ങനെയെങ്കിൽ ടോട്ടൽ 9 നമ്പേഴ്സാണ് 0യിൽ എൻഡ് ചെയ്യുന്നത്. എന്നാൽ 1000 മുതൽ 1100
വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 1000ഉം 1100ഉം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 11 നമ്പേഴ്സാണ് വരുന്നത്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1000 മുതൽ 1100 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് സീറോയിൽ എൻഡ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ 9 നമ്പേഴ്സാണ് ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50, ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? അതായത് 1 മുതൽ 50 വരെ എഴുതുന്ന നമ്പേഴ്സിൽ എത്ര ടൈംസ് 2 വരുന്നുണ്ട്? അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. 2 മുതൽ 42 വരെയാണ് 2 എന്ന നമ്പർ ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ നോക്കൂ, 2, 12, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 32 and 42. ടോട്ടൽ 14 നമ്പേഴ്സാണ് വരുന്നത്. പക്ഷേ 22 എന്ന നമ്പറിൽ 2 പ്രാവശ്യം 2 വരുന്നുണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ വരുന്നത് 15 ടൈംസ് ആണ് 2 ആവർത്തിച്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വി ഇഫ് റൈറ്റ് അപ് ടു 100? ഇതുപോലെ 100 വരെ എഴുതുകയാണെങ്കിൽ എത്ര തവണ 2 ആവർത്തിച്ച് വരുന്നുണ്ട്? അപ്പോൾ നമ്മൾ 50 വരെ എത്ര ടൈംസ് 2 വരുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇനി 50ക്ക് ശേഷമുള്ള നമ്പേഴ്സ് നോക്കിയാൽ മതി. 50ക്ക് ശേഷം 52, 62, 72, 82, 92 അങ്ങനെ 5 നമ്പേഴ്സും കൂടി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 15 എന്നതിൻ്റെ കൂടെ ഈ ഒരു 5 കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 1 മുതൽ 20 വരെയുള്ള 100 വരെയുള്ള നമ്പേഴ്സിൽ 20 എന്ന് ആൻസർ ലഭിക്കും. നമുക്ക് ഇതിൽ വരുന്ന തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു കൗണ്ട് ദ 3s ഇൻസ്റ്റെഡ് ഓഫ് ദി 2s വുഡ് ദ നമ്പർ ബി ദി സെയിം? അതായത് 2ൻ്റെ സ്ഥാനത്ത് 3 ആണ് വരുന്നതെങ്കിൽ ഈ നമ്പർ തന്നെയാണോ, ഈ ഒരു ആൻസർ തന്നെയാണോ നമുക്ക് ലഭിക്കുന്നത്? ഈ ഒരു ആൻസർ തന്നെ ആയിരിക്കും അല്ലേ. 2ൻ്റെ സ്ഥാനത്ത് 3 വരുന്നു എന്നല്ലേ ഉള്ളൂ. എങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1 മുതൽ 100 വരെ എത്ര 3 ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, 3, 13, 23, 30, 31, 32, 33, 33ൽ 2 3 വരുന്നുണ്ട്. പിന്നെ 34, 35, 36, 37, 38, 39, 43, 53, 63, 73, 83 and 93 അങ്ങനെ ടോട്ടൽ 20 ടൈംസ് 3 വരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ആൾ 2-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ്സ് 1 and 2 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പേഴ്സ്. അതായത് 1ഉം 2ഉം ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ 12ഉം 21ഉം ആണ് അല്ലേ. അങ്ങനെ 2 നമ്പേഴ്സാണ് 1, 2 എന്ന ഈ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൾ 3-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ്സ് 1, 2 and 3 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പേഴ്സ്. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത കണക്ക് പോലെ തന്നെയാണ് ഇതും. 1ഉം 2ഉം 3യും ഈ ഒരു 3 ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, റിപ്പീറ്റ് ചെയ്ത് വരാതെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, എത്ര നമ്പേഴ്സ് എഴുതാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു നമ്പേഴ്സ് കൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സ് 123, 132, 213, 231, 312, 321 അങ്ങനെ ടോട്ടൽ 6 നമ്പേഴ്സ് റിപ്പീറ്റ് വരാതെ എഴുതാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൾ 4-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ്സ് 1, 2, 3 and 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പേഴ്സ്. ഈ ഒരു പ്രവർത്തനം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 1, 2, 3 and 4 ഈ ഒരു 4 നമ്പേഴ്സ് വെച്ച് റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന നമ്പേഴ്സ് എഴുതാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെ 1, 2, 3, 4 ഈ നമ്പേഴ്സ് വെച്ച് എഴുതാൻ കഴിയുന്ന 4-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 24 നമ്പേഴ്സാണ് കേട്ടോ. ഇത്രയും നമ്പേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ കഴിയും. അപ്പോൾ കൂട്ടുകാരെ, BN 1000 എന്ന ഈ ഒരു യൂണിറ്റിൻ്റെ 3 പാർട്ടുകളായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത 2 വീഡിയോസും കൂട്ടുകാർ എന്തായാലും കാണാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്